നമസ്കാരം. മിഡിൽ ഈസ്റ്റ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു. അതുപോലെ തന്നെ അമേരിക്കയുടെ ചില പദ്ധതികൾ അതിപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്ത, ഗസയുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നെതർലാൻഡ്, അതായത് ഡച്ച് മന്ത്രി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആദ്യത്തെ റിപ്പോർട്ടെന്ന് പറയുന്നത് നെതന്യാഹു ഇപ്പോൾ ചർച്ചകൾക്ക് തയ്യാറായിട്ടിപ്പോൾ വന്നിരിക്കുകയാണ്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ബന്ധിമോചനത്തിനുമായിട്ടുള്ള ചർച്ചകൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം ഗസയിലേക്കുള്ള സൈനിക നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതിലൂടെ ചില ബന്ധികളെ പരസ്പരം മോചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ചർച്ചകൾ ഫലം കാണുമോ എന്നുള്ളത് സംശയമാണ്. ഇസ്രായേൽ പറയുന്നത് മൊത്തം ബന്ദികളെയും, അതായത് ഇസ്രായേലിന്റെ മൊത്തം ബന്ദികളെയും മോചിപ്പിക്കുക, അതുപോലെ തന്നെ ഹമാസ് ആയുധം താഴെ വയ്ക്കുക. എന്നാൽ ഹമാസ് പറയുന്നത് സീസ് ഫയർ അത് നടപ്പിലാക്കുക, അതുപോലെ തന്നെ തങ്ങളുടെ ബന്ദികളെയും മോചിപ്പിക്കുക. ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചർച്ചകൾ കൊണ്ട് കാര്യമായ ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ചർച്ചകൾ നടത്താൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് നെതന്യാഹു. ഈ ചർച്ചകൾ മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. മറ്റൊരു വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾ, അതായത് ഇറാൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത, അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡ്രോണാണ് ഷാഹിദ് ഡ്രോണുകൾ. ഇത്തരം ഡ്രോണുകൾ പിന്നീട് റഷ്യ ഇറാനിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഇത്തരം ഡ്രോണുകൾ റഷ്യ സ്വന്തമായി തന്നെ ഉണ്ടാക്കാനും തുടങ്ങി. തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയാണ് റഷ്യ ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക ചില പദ്ധതികൾ ഇടുന്നുണ്ട്. അതായത് അമേരിക്ക ഇറാനിലുള്ള ഷാഹിദ് ഡ്രോണുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരം ഡ്രോണുകളുടെ സമാനമായിട്ടുള്ള പകർപ്പുകൾ അവർ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഇവർ മെയിനായിട്ട് ഷാഹിദ് ഡ്രോണുകളുടെ പകർപ്പുണ്ടാക്കുന്നത് ഇത്തരം ഡ്രോണുകളെ എങ്ങനെ നേരിടാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം അവർ പരീക്ഷിക്കുന്നതിനും വേണ്ടി ഇത് ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ അൽ ജസീറ ഇത് സംബന്ധിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് നെതർലാൻഡിൽ നിന്നാണ്. നെതർലാൻഡിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള ഡച്ച് വിദേശകാര്യമന്ത്രി അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. കാസ്പർ വൈൽഡ് കാസ എന്നറിയപ്പെടുന്ന ഡച്ച് വിദേശകാര്യമന്ത്രി ഗസയുമായി ബന്ധപ്പെടുത്തിയ കാര്യത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നടപടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ മന്ത്രിസഭയിൽ നിന്ന് ലഭിക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു രാജിയിലൂടെ അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള ന്യൂ സോഷ്യൽ കോൺട്രാക്ട് പാർട്ടിയിലെ അംഗങ്ങൾ, മറ്റ് അംഗങ്ങൾ കൂടി രാജിവെക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതോടെ ഡച്ച് ഇടക്കാല സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഡച്ച് സർക്കാർ ഒരുപക്ഷെ ഇസ്രയേലുമായിട്ടുള്ള നല്ല ബന്ധം മുൻനിർത്തിയും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധം, അമേരിക്കയുമായിട്ട് ഡച്ചിന്, നെതർലാൻഡിന് നല്ല രീതിയിലുള്ളൊരു ബന്ധമാണ് ഇപ്പോഴും ഉള്ളത്. ഇതെല്ലാം കൊണ്ട് തന്നെയായിരിക്കും ഇസ്രയേലിനെതിരെ അത്തരമൊരു നടപടി വേണ്ട എന്ന രീതിയിൽ ഈ ഒരു മന്ത്രിസഭ തീരുമാനിക്കാനുള്ള പ്രധാന കാരണം. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അൽ ജസീറയാണ്. ഇത് സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.